നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. 50 ഹോട്ട് ടോപ്പിക്സിലെ 7ാമത്തെ ക്ലാസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നമുക്ക് എന്നും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകാറുണ്ട്. അപ്പൊ അതില് നമ്മുടെ പുതിയ SSCRT എന്തൊക്കെയാണ് റിസർവ് ബാങ്കിനെ കുറിച്ചിട്ട് കൊടുത്തിരിക്കുന്നത് നോക്കാം. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. പിന്നെ റിസർവ് ബാങ്കിന്റെ തലവൻ റിസർവ് ബാങ്ക് ഗവർണർ ആണ് കേട്ടോ. ഇതെല്ലാം പ്രീവിയസ് ചോദ്യമാണ്. 1935 ഏപ്രിൽ 1 കൊൽക്കത്തയിൽ സ്ഥാപിതമായ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം 1937 മുംബൈയിലേക്ക് മാറ്റിയത്. അപ്പൊ ആദ്യ റിസർവ് ബാങ്ക് സ്ഥാപിതമായത് എവിടെയാണ്? കൊൽക്കത്തയിലാണ് കേട്ടോ. ചോദ്യം ചോദിച്ചതാണ് 1935 ഏപ്രിൽ മാസം 1 കേട്ടോ. പിന്നീട് 37 ആയപ്പോ കൊൽക്കത്തയിൽ നിന്നും എവിടേക്ക് എടുത്തു മാറ്റി? മുംബൈയിലേക്ക് എന്റെ ആസ്ഥാനം എടുത്തു മാറ്റി. 1949 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസൽക്കരിക്കപ്പെടുന്നത് കേട്ടോ. 1949. അപ്പൊ 35 കൊൽക്കത്തയിൽ സ്ഥാപിതമായി ഏപ്രിൽ 1. 1937 മുംബൈയിലേക്ക് അതിന്റെ ആസ്ഥാനം മാറ്റി. 1937 കഴിഞ്ഞ് 49 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസൽക്കരിക്കപ്പെട്ടു. ഇനി റിസർവ് ബാങ്കിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കറൻസി അച്ചടിച്ചിറക്കുന്നു. പഠിച്ചോളണം, എല്ലാ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വന്നതാണ്. ബാങ്കുകളുടെ ബാങ്കായി പ്രവർത്തിക്കുന്നു. പണത്തിന്റെ അളവും വായ്പയും നിയന്ത്രിക്കുന്നു. ഗവൺമെന്റിന്റെ ബാങ്കായി പ്രവർത്തിക്കുന്നു. വിദേശ നാണയ കരുതൽ ശേഖരത്തിന്റെ സൂക്ഷിപ്പുകാരനാണ്. റിപ്പോർട്ടുകളുടെ പ്രസിദ്ധീകരണമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞത്? റിസർവ് ബാങ്കിന്റെ ധർമ്മങ്ങള്: കറൻസി അച്ചടിച്ചിറക്കുക, ബാങ്കുകളുടെ ബാങ്കായിട്ട് പ്രവർത്തിക്കുക, പണത്തിന്റെ അളവും വായ്പയും നിയന്ത്രിക്കുക, ഗവൺമെന്റിന്റെ ബാങ്കായിട്ട് പ്രവർത്തിക്കുക, വിദേശ നാണയ കരുതൽ ശേഖരത്തിന്റെ സൂക്ഷിപ്പ്, റിപ്പോർട്ടുകളുടെ പ്രസിദ്ധീകരണം. ഇതിൽ നമുക്ക് കറൻസി അച്ചടിച്ചിറക്കുന്നത് എന്താണ് എന്ന് നോക്കാം. 1934 അപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രീവിയസ് ചോദ്യമാണ്. 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് 1935 ഏപ്രിൽ മാസം 1 കൊൽക്കത്തയില് റിസർവ് ബാങ്ക് സ്ഥാപിതമായത് കേട്ടോ. ചിലപ്പോ 35 ആക്ട് എന്ന് ചോദ്യം വരും. 34 ആക്ട് പ്രകാരമാണ് കേട്ടോ. ആ ആക്ട് പ്രകാരം നാണയങ്ങളും 1 രൂപ നോട്ടും ഒഴികെ, കോയിൻസ് ഉണ്ടല്ലോ, ആ കോയിൻസും അതുപോലെ 1 രൂപയുടെ നോട്ടും ആര് അച്ചടിച്ചിറക്കുന്നില്ല? അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ല അച്ചടിച്ചിറക്കുന്നത് കേട്ടോ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ല കോയിൻസ്, നാണയങ്ങളും 1 രൂപയുടെ നോട്ടും അച്ചടിച്ചിറക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ല. ബാക്കി ഉള്ള എല്ലാ കറൻസികളും അച്ചടിച്ചിറക്കാൻ അധികാരമുള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ്. നാണയങ്ങൾ, 1 രൂപ നോട്ട് എന്നിവ അച്ചടിച്ചിറക്കുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ ധനകാര്യ മന്ത്രാലയമാണ് കേട്ടോ. ഇന്ത്യ ഗവൺമെന്റിന്റെ ധനകാര്യ മന്ത്രാലയമാണ്. ആ നോട്ടൊക്കെ എടുത്തിട്ട് അതിൽ നോക്കിയ സൈൻ ചെയ്തിരിക്കുന്നത് ആരാണ് എന്നുള്ളത് കാണും കേട്ടോ. കറൻസികൾ രൂപകൽപ്പന ചെയ്യുക, സുരക്ഷാ സവിശേഷതകൾ ഉൾപ്പെടുത്തുക, അച്ചടിച്ച് വിതരണം ചെയ്യുക എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. കറൻസി രൂപകൽപ്പന ചെയ്യുക, അതിന്റെ മോഡലൊക്കെ ഇതാക്കുന്നത്, അതുപോലെ സുരക്ഷാ സവിശേഷതകൾ ഉൾപ്പെടുത്തുക. ഇപ്പം അതായത് കള്ളനോട്ട് ഇതാക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, അതില് ഏത് നോട്ടുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. അപ്പൊ അതിനുള്ള സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കേണ്ടതും അച്ചടിച്ച് വിതരണം ചെയ്യേണ്ട ധർമ്മങ്ങളും ഒക്കെ നിർവഹിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള നാസിക്, ദേവാസ്, നാസിക് മഹാരാഷ്ട്ര, ദേവാസ് മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ പ്രസ്സുകളിലും ഭാരതീയ റിസർവ് ബാങ്കിന്റെ ഉടമസ്ഥതയിലുള്ള ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ ലിമിറ്റഡ് BRBNML-ലും മൈസൂര്, സാൽബോണി എന്നിവിടങ്ങളിലുമുള്ള പ്രസ്സുകളിലാണ് കറൻസി നോട്ടുകൾ അച്ചടിച്ചിറക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഓരോ പൈസയും നോട്ടുകളും അല്ലെ, അതായത് ഓരോ പൈസയും കറൻസികളും അച്ചടിച്ചിറക്കുന്നത് എവിടെയൊക്കെയാണ്? ഇന്ത്യ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള നാസിക്, അതുപോലെ ദേവാസ്, പിന്നെ ഭാരതീയ റിസർവ് ബാങ്കിന്റെ ഉടമസ്ഥതയിലുള്ള ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ ലിമിറ്റഡ് BRBNML, പിന്നെ എവിടെയാ? മൈസൂര്, പിന്നെ സാൽബോണി. ഇവിടെയാണ്. സാൽബോണി എവിടെയാണ്? ചിലപ്പോൾ ചോദ്യം വരും, കറൻസി നോട്ട് അച്ചടിച്ചിറക്കുന്ന സാൽബോണി ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ പശ്ചിമ ബംഗാളിലാണ്. എന്നിവിടങ്ങളിലുള്ള പ്രസ്സുകളിലാണ് കറൻസി നോട്ടുകൾ അച്ചടിക്കുന്നത്. നാണയങ്ങൾ നിർമ്മിക്കുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള മുംബൈ, ഹൈദരാബാദ്, കൊൽക്കത്ത. ഓക്കെ, എവിടെയൊക്കെയാണ് നാണയങ്ങൾ നിർമ്മിക്കുന്നത്? ഇന്ത്യ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള മുംബൈ, ഹൈദരാബാദ്,
കൊൽക്കത്ത, നോയിഡ എന്നിവിടങ്ങളിലെ മിന്റുകളിലാണ്. മനസ്സിലായോ? അതേപോലെ ഒരിക്കൽ പ്രചാരത്തിലുള്ള കറൻസികൾ ഗവൺമെന്റ് നിർദ്ദേശം കണക്കിലെടുത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പിൻവലിക്കാം. അങ്ങനെയാണ് 2016 നോട്ട് നിരോധനം വന്നത്. ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് എന്ത് ചെയ്യാം? കറൻസികൾ പിൻവലിക്കാം. അങ്ങനെയാണ് ഇപ്പൊ 500 രൂപയുടെ നോട്ടും 2000 രൂപയുടെ നോട്ടൊക്കെ പിൻവലിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ കേൾക്കാനിടയായത് അല്ലെ. അതിനെ പറയുന്ന പേരാണ് ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നോട്ട് നിരോധനം അല്ലെ, അതിനെ എന്താ പറയുന്നത്? ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ബാങ്കുകളുടെ ധർമ്മങ്ങളിലാണ് നമ്മൾ പഠിച്ചതാണ് ബാങ്കുകളുടെ ബാങ്ക്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകളുടെ ബാങ്കായി പ്രവർത്തിക്കുന്നു. എന്താ? നമ്മുടെ ഇന്ത്യയിലെ എത്ര തരം ബാങ്കുകളുണ്ട്, അത് പൊതുമേഖലാ ബാങ്കും വാണിജ്യ ബാങ്കുകളും ഒക്കെ അവരുടെ എല്ലാം ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ബാങ്കുകൾക്ക് അടിയന്തര വായ്പ നൽകുക, ബാങ്കുകളുടെ കരുതൽ ധനശേഖരം സൂക്ഷിക്കുക, ബാങ്കുകൾ തമ്മിലുള്ള ഇടപാടുകൾ തീർക്കുന്നതിന് സഹായിക്കുക എന്നിവയെല്ലാം ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകളുടെ ബാങ്കായി പ്രവർത്തിക്കുന്നു, ബാങ്കുകൾക്ക് അടിയന്തര വായ്പ നൽകുന്നു, ബാങ്കുകളുടെ കരുതൽ ധനശേഖരം സൂക്ഷിക്കുന്നു, ബാങ്കുകൾ തമ്മിലുള്ള ഇടപാടുകൾ തീർക്കുന്നതിന് സഹായിക്കുന്നു. ഇവയെല്ലാം റിസർവ് ബാങ്കിന്റെ ധർമ്മങ്ങളാണ്. ഇനി ഈ റിസർവ് ബാങ്കിൽ തന്നെ വരുന്ന കാര്യങ്ങളാണ് പണപ്പെരുപ്പം. എന്താ ഈ പെരുപ്പം? സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ അളവ് വർദ്ധിക്കുകയും എന്നാൽ ആനുപാതികമായി സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനം വർദ്ധിക്കാതിരിക്കുകയും ചെയ്താൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പൊതുനിലവാരം വർദ്ധിക്കുന്നതിന് കാരണമാകും. ഇതിനെയാണ് പണപ്പെരുപ്പം എന്ന് പറയുന്നത്. പഠിച്ചു വെച്ചോളണം, പ്രീവിയസ് ചോദ്യമാണ്. സമ്പദ് വ്യവസ്ഥയിൽ എന്താ ചെയ്യാണ്? പണത്തിന്റെ അളവ് വർദ്ധിക്കുകയാണ്. പണത്തിന്റെ അളവ് വർദ്ധിച്ചിട്ട് എന്ത് ചെയ്യും? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനം എന്ത് ചെയ്യാണ്? കുറയുകയാണ് അല്ലെ. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനം കുറയുകയും ചെയ്താൽ ഈ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പൊതു വില നിലവാരം എന്ത് ചെയ്യും? വർദ്ധിക്കും. അതിന് കാരണമാകുന്നതിനെയാണ് പണപ്പെരുപ്പം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ പണപ്പെരുപ്പം കണക്കാക്കുന്നത് ഉപഭോക്തൃ വില സൂചിക ഉപയോഗിച്ചിട്ടാണ്. ചോദ്യം വരും. ഇന്ത്യയിൽ പണപ്പെരുപ്പം കണക്കാക്കുന്നത് ഉപഭോക്തൃ വില സൂചിക ഉപയോഗിച്ചിട്ടാണ്. മിനിസ്റ്ററി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷന് കീഴിലുള്ള നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസാണ് ഇത് തയ്യാറാക്കുന്നത്. NSO, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ് പണപ്പെരുപ്പം തയ്യാറാക്കുക. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷന് കീഴിലുള്ള നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസാണ് ഉപഭോക്തൃ വില സൂചിക എന്ത് ചെയ്യുന്നത്? കണക്കാക്കുന്നത് കേട്ടോ. സമ്പദ് വ്യവസ്ഥയിൽ പണപ്പെരുപ്പം ക്രമാതീതമായി വർദ്ധിച്ചാൽ അത് പണത്തിന്റെ ക്രയശേഷി കുറയുന്നതിന് കാരണമാകുന്നു. പണപ്പെരുപ്പം എന്താണ്? പണപ്പെരുപ്പം വന്നു കഴിഞ്ഞാൽ, പണപ്പെരുപ്പം ക്രമാതീതമായി വർദ്ധിച്ചാൽ പണത്തിന്റെ ക്രയശേഷി കുറയുന്നതിന് കാരണമാകുന്നു. പിന്നെ കാരണമാവുകയും സാമ്പത്തിക വളർച്ച, ഉൽപാദനം എന്നിവയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു. അതിനാൽ പണപ്പെരുപ്പം നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. പണപ്രധാനത്തിന്റെ അളവ് കൂടുന്നതാണ് പണപ്പെരുപ്പത്തിന് ഒരു പ്രധാനപ്പെട്ട കാരണം കേട്ടോ. പണപ്രധാനത്തിന്റെ അളവ് കൂടുന്നതാണ് പണപ്പെരുപ്പത്തിന് ഒരു കാരണം. ഇനി എന്താ ഈ പണത്തിന്റെ അളവ് എന്ന് പറയുന്നത്? ഒരു സമ്പദ് വ്യവസ്ഥയിലെ പൊതുജനങ്ങളുടെ കൈവശമുള്ളതും ബാങ്കിതര സ്ഥാപനങ്ങൾ എന്നിവയിൽ ശേഖരിച്ചിട്ടുള്ള പണവും ചേർന്നതായിരിക്കും ഒരു സമ്പദ് വ്യവസ്ഥയിൽ മൊത്തം ഉള്ള ഒരു പണത്തിന്റെ അളവ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു പണത്തിന്റെ അളവ് കണക്കാക്കുന്നത് എങ്ങനെയാണ്? പൊതുജനങ്ങളുടെ കൈവശം എത്രയാണോ അതിനു പുറമെ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയിലൂടെയുള്ള പണങ്ങളും ചേർത്തിട്ടാണ് സമ്പദ് വ്യവസ്ഥയിൽ മൊത്തമുള്ള പണത്തിന്റെ അളവ് കണക്കാക്കുന്നത്. റിസർവ് ബാങ്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ ആകെ പണത്തിന്റെ അളവിനെ, നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ ആകെ പണം പറയുമ്പോൾ എന്താണ്? പൊതുജനങ്ങളുടെ കയ്യിലുള്ള പണവും ബാങ്കുകളിലൊക്കെ പണവും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളിലുള്ള പണവും ഒക്കെ കൂടി ചേർത്തിട്ടാണ് റിസർവ് ബാങ്ക് പണം കണക്കാക്കുന്നത്. ആ പണത്തിന്റെ അളവിനെ കണക്കാക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ M1, M2, M3, M4 ഇങ്ങനെയാണ് പണം കണക്കാക്കുന്നത്. ഈ M1 എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളുടെ കൈവശമുള്ള നാണയങ്ങൾ, കറൻസി നോട്ടുകൾ, വാണിജ്യ ബാങ്കുകളിലെ സമ്പാദ്യ നിക്ഷേപമാണ്. M1 ആരുടെയൊക്കെയാണ് ഉൾപ്പെടുത്തുക? നമ്മൾ പൊതുജനങ്ങൾ അല്ലെ. നമ്മൾ പൊതുജനങ്ങളുടെ പിന്നെയോ
അത് നമ്മുടെ പൊതുജനങ്ങളുടെ കൈവശമുള്ള എന്തൊക്കെ വരും? നാണയങ്ങളും വരും, കറൻസി നോട്ടുകൾ വരും. പിന്നെ വാണിജ്യ ബാങ്കുകളിൽ സമ്പാദ്യം. വാണിജ്യ ബാങ്കിന് ഉദാഹരണം ഏതാണ്? SBI ആണ് അല്ലെ. ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ആ വാണിജ്യ ബാങ്കുകളിലെ സമ്പാദ്യ നിക്ഷേപവും കൂടിയിട്ടാണ് M1 കണക്കാക്കുക. ഇനി M2 എന്ന് പറഞ്ഞാൽ ഈ M2 എങ്ങനെയാണ് കണക്കാക്കുക? M1ഉം പോസ്റ്റ് ഓഫീസ് സേവിങ്സും കേട്ടോ. M1ഉം പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്കുകളിലെ സമ്പാദ്യ നിക്ഷേപം. M1 പറഞ്ഞാൽ നമ്മൾ എന്താണ്? ഈ പൊതുജനങ്ങളിലെ സമ്പാദ്യവും വാണിജ്യ ബാങ്കുകളുടെ സമ്പാദ്യ നിക്ഷേപവും കൂടി ചേർത്തിട്ട് അതിനെ ഏതിൽ കണക്കാക്കും? M2 കണക്കാക്കും. മനസ്സിലാകുന്നുണ്ടോ? ആ M1ഉം പിന്നെ അതേപോലെ പോസ്റ്റ് ഓഫീസ് സമ്പാദ്യ നിക്ഷേപവുമാണ് M2. ഇനി M3 എന്താ? M3 എന്ന് പറഞ്ഞാൽ M1 ചേർക്കണേ, അതിലും M1 ചേരണം. ആ M1ഉം ചേർന്ന് കൂടെ വാണിജ്യ ബാങ്കുകളിലെ അറ്റസ്ഥിര നിക്ഷേപമാണ്. അറ്റസ്ഥിര നിക്ഷേപം. ഇവിടെ എന്താ? വാണിജ്യ ബാങ്കുകളില് സമ്പാദ്യ നിക്ഷേപം. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നാൽ തകിടം മറിയും, തെറ്റാൻ പാടില്ല. അപ്പോൾ M1 പൊതുജനങ്ങളുടെ സമ്പാദ്യവും വാണിജ്യ ബാങ്കുകളുടെ സ്ഥിര സമ്പാദ്യ നിക്ഷേപവും നിക്ഷേപവുമാണെങ്കിൽ M2 കാണുന്നത് M1ഉം പോസ്റ്റ് ഓഫീസ് സേവിങ്സ് സമ്പാദ്യവുമാണ്. എന്നാൽ M3 വരുന്നത് M1ഉം എന്നാൽ വാണിജ്യ ബാങ്കുകളിലെ അറ്റസ്ഥിര നിക്ഷേപവുമാണ്. M4 എന്താണ്? M4 വരുന്നത് M3 ആണ് കേട്ടോ. ഏതാണ്? M3 പ്ലസ് പോസ്റ്റ് ഓഫീസുകളിലെ മൊത്തം നിക്ഷേപം. ഇവിടെ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്കിലെ സമ്പാദ്യ നിക്ഷേപമാണെങ്കിൽ ഇവിടെ മൊത്ത നിക്ഷേപമാണ് M4 വരുന്നത്. തെറ്റാൻ പാടില്ല. M1ഉം M2ഉം M3ഉം നാളെ ഒരു ക്വസ്റ്റ്യൻ വരുന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് മാർക്ക് പോകാതെ നിങ്ങൾ എന്ത് ചെയ്യണം? മാർക്ക് നന്നായിട്ട് വാങ്ങിക്കാനായിട്ട് പറ്റണം. അപ്പൊ നമുക്ക് ഒന്നും കൂടി നോക്കാം. M1 ബാങ്കുകള് പണത്തിന്റെ നിക്ഷേപം കണക്കാക്കുന്നത് 4 M1, M2, M3, M4 ആണ്. അതിൽ M1 എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളുടെ കൈവശമുള്ളതും അതുപോലെ വാണിജ്യ ബാങ്കുകളുടെ സമ്പാദ്യ നിക്ഷേപവുമാണ്. എങ്കിൽ M2 എന്താ? M2 M1 ചേരണം അല്ലെ. M2 എന്താണ്? M1ഉം പോസ്റ്റ് ഓഫീസിലെ എന്താണ്? സമ്പാദ്യ നിക്ഷേപം ആണ് കേട്ടോ. പോസ്റ്റ് ഓഫീസിലെ സമ്പാദ്യ നിക്ഷേപമാണ്. രണ്ടിലും, ഇവിടെയും വാണിജ്യ ബാങ്കുകളിലെ സമ്പാദ്യ നിക്ഷേപം, വീണ്ടും വരുന്നത് പോസ്റ്റ് ഓഫീസുകളിലെ സമ്പാദ്യ നിക്ഷേപമാണ്. ഇനി M3 എന്താണ് വരുന്നത്? വീണ്ടും M1 പ്ലസ് പിന്നെന്താ വരിക? വാണിജ്യ ബാങ്കുകളിലെ അറ്റസ്ഥിര നിക്ഷേപമാണ്. എന്നാൽ M4 എന്താണ് വരുന്നത്? M3 പ്ലസ് പോസ്റ്റ് ഓഫീസിലെ എന്താണ്? മൊത്ത നിക്ഷേപമാണ്. ഇനി ഇതിൽ M1, M2 എന്നത് ഇടുങ്ങിയ പണമെന്നും M3, M4 എന്നത് വിശാല പണമെന്നും അറിയപ്പെടുന്നു. നാരോ മണി ആൻഡ് ബ്രോഡ് മണി കേട്ടോ. M1, M2 എന്നത് ഇടുങ്ങിയ പണം. M3, M4 എന്ന് പറയുന്നത് വിശാലമായ പണം എന്നും അറിയപ്പെടുന്നു. ഇനി എന്താണ് വായ്പാ നിയന്ത്രണം? നമ്മൾ റിസർവ് ബാങ്കിന്റെ ധർമ്മങ്ങളിൽ പഠിച്ചില്ലേ? അതൊക്കെയാണ് പഠിച്ചു വരുന്നത് കേട്ടോ. ബാങ്കുകൾ അനിയന്ത്രിതമായി വായ്പകൾ നൽകുന്നത് സമ്പദ് വ്യവസ്ഥയിലെ പണപ്രദാനം വർദ്ധിക്കുന്നതിനും പണപ്പെരുപ്പത്തിനും കാരണമാണ്. ഇത് നിയന്ത്രിക്കേണ്ടതാണ് അല്ലെ. ബാങ്കുകൾ ഒരു നിയന്ത്രണമില്ലാതെ എല്ലാവർക്കും തോന്നിയ പോലെ വായ്പ കൊടുത്തുകൊണ്ടിരുന്നാൽ പണപ്രദാനം വർദ്ധിക്കും, പണപ്പെരുപ്പത്തിന് കാരണമാകും. അതൊരിക്കലും എല്ലാ സമയത്തും ബാങ്കുകൾ നിയന്ത്രിക്കണം. വായ്പകൾ നിയന്ത്രിക്കുന്നതിന് RBI അളവുപരമായ ഉപാധികൾ, ഗുണപരമായ ഉപാധികൾ എന്നിവ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ വായ്പകൾ തോന്നിയ പോലെ കൊടുക്കാൻ പാടില്ല ബാങ്കുകൾ. അത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അളവുപരമായിട്ടുള്ള ഉപാധിയും ഗുണപരമായിട്ടുള്ള ഉപാധിയും ഉപയോഗിക്കുന്നുണ്ട്. അതിൽ എന്താണ് അളവുപരം, എന്താണ് ഗുണപരം? അളവുപരമായ ഉപാധി എന്ന് പറഞ്ഞാൽ ബാങ്ക് നിരക്കുകളിൽ മാറ്റം വരുത്തൽ, റിസർവ് ബാങ്ക് നിരക്കുകളിൽ മാറ്റം വരുത്തൽ, പരസ്യ വിപണി പ്രവർത്തനങ്ങൾ. ഇനി ഗുണപരം എന്ന് പറയുമ്പോൾ മാർജിൻ ആവശ്യകതയും ധാർമ്മിക പ്രേരണയുമാണ്. ഇനി RBI പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നത് എങ്ങനെയാണ്? പണപ്പെരുപ്പം നിയന്ത്രിക്കുക റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ? ബാങ്ക് നിരക്കുകളിൽ മാറ്റം വരുത്തിയും കരുതൽ ധനാനുപാതത്തിൽ മാറ്റം വരുത്തിയുമാണ് RBI പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നത്. എങ്ങനെയാണ് RBI
പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നത് ബാങ്ക് നിരക്കിൽ മാറ്റം വരുത്തിയും കരുതൽ ധനാനുപാതത്തിൽ മാറ്റം വരുത്തിയിട്ടുമാണ് കേട്ടോ. ഇനി റിപ്പോ നിരക്ക്, റിവേഴ്സ് റിപ്പോ നിരക്ക് എന്നിവയാണ് പ്രധാനപ്പെട്ട ബാങ്ക് നിരക്ക് എന്ന് പറയുന്നത്. റിപ്പോ നിരക്കും RR-ഉം റിവേഴ്സ് റിപ്പോ റേറ്റും RR കേട്ടോ. ഓക്കെ, ഇനി എന്താണ് റിപ്പോ റേറ്റ്? വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കുമ്പോൾ ഈടാക്കുന്ന പലിശ നിരക്കിനെയാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അതായത് വാണിജ്യ ബാങ്കുകൾ ഇപ്പോൾ SBIയിൽ നിന്നും വാണിജ്യ ബാങ്കുകളുടെയും റിസർവ് ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കും അല്ലെ. ഇപ്പൊ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവൺമെന്റ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് വായ്പ എടുക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് റിപ്പോ നിരക്ക് എന്ന് പറയുന്നത്. എന്നാൽ റിവേഴ്സ് റിപ്പോ എന്താ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാണിജ്യ ബാങ്കുകളിൽ നിന്നും കടമെടുക്കുകയാണെങ്കിൽ അല്ലെ, വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കുന്ന പണത്തിന് നൽകുന്ന പലിശയാണ് റിവേഴ്സ് റിപ്പോ നിരക്ക് എന്ന് പറയുന്നത്. വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കുന്ന പണത്തിന് റിസർവ് ബാങ്കിലെ വാണിജ്യ ബാങ്കുകൾ പൈസ ഇട്ടിട്ടുണ്ടാവും. ആ പണത്തിന് നൽകുന്ന പലിശയാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ബാങ്ക് നിരക്കുകളിൽ മാറ്റം വരുത്തി RBI പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നത് എങ്ങനെയാണ്? പണപ്പെരുപ്പം നിയന്ത്രണാതീതമായി വർദ്ധിക്കുമ്പോൾ റിപ്പോ, റിവേഴ്സ് റിപ്പോ നിരക്കുകളിൽ RBI വർധന വരുത്തും. RBI നിരക്കുകൾ മാറ്റുമ്പോൾ വാണിജ്യ ബാങ്കുകളും ഈ നിരക്കുകളിൽ മാറ്റം വരുത്തുന്നുണ്ട്. ഈ നിരക്കുകൾ കൂടുമ്പോൾ വാണിജ്യ ബാങ്കുകൾക്ക് വായ്പയ്ക്ക് എന്ത് ചെയ്യും? ലഭ്യമായ പണത്തിന്റെ അളവ് കുറയുന്നു. കാരണം റിവേഴ്സ് റിപ്പോ നിരക്ക് കൂടുതലാകുമ്പോൾ വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കുന്ന പണത്തിന്റെ അളവ് കൂടുതലായിരിക്കും. അതുപോലെ റിപ്പോ നിരക്കുകൾ വർദ്ധിക്കുന്ന സമയത്ത് പൊതുജനങ്ങൾ എടുക്കുന്ന വായ്പയുടെ അളവും എന്ത് ചെയ്യും? കുറയാണ് ചെയ്യുന്നത്. അതുമൂലം സമ്പദ് വ്യവസ്ഥയിൽ ലഭ്യമായിരിക്കുന്ന പണത്തിന്റെ അളവ് കുറയുകയും ചെയ്യും. ഇനി പലിശ നിരക്ക് വർദ്ധിക്കുമ്പോൾ ജനങ്ങൾ ഉപഭോഗ ആവശ്യത്തിന് കൂടുതൽ പണം ചെലവഴിക്കുന്നതിന് പകരം സമ്പാദ്യ നിക്ഷേപത്തിനായിട്ട് പണം നീക്കിവെക്കും അല്ലെ. പലിശ നിരക്ക് കൂടിയാൽ എന്ത് ചെയ്യും? പണം കടമെടുക്കോ? ഇല്ല അല്ലെ. അവരെന്ത് ചെയ്യും? സമ്പാദ്യ നിക്ഷേപത്തിനായിട്ട് പണം നീക്കിവെക്കും. പൊതുജനങ്ങളുടെ കൈവശമുള്ള പണം വാണിജ്യ ബാങ്കുകളിലേക്കും അവിടെ നിന്നും റിസർവ് ബാങ്കിലേക്കും എത്തുന്നു. അങ്ങനെ സമ്പദ് വ്യവസ്ഥയിലെ പണത്തിന്റെ അളവ് കുറയുകയും പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമാവുകയും ചെയ്യും. ഇനി കരുതൽ ധനാനുപാതത്തിൽ മാറ്റം വരുത്തിയ RBI പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നത് എങ്ങനെയാണ്? നേരത്തെ നമ്മൾ എങ്ങനെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നത് പഠിച്ചു. ഇനി കരുതൽ ധനാനുപാതത്തിൽ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, ബാങ്കുകൾ നിക്ഷേപമായി സ്വീകരിക്കുന്ന പണത്തിൽ നിന്നും റിസർവ് ബാങ്കിലേക്ക് കരുതൽ ധനമായി സൂക്ഷിക്കേണ്ട പണത്തിന്റെ അളവ് കരുതൽ ധനാനുപാതം എന്ന് പറയുന്നത്. അതായത് ബാങ്കുകളുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ കൊണ്ടുപോയിട്ട് പണങ്ങൾ നിക്ഷേപിക്കുന്നത് കേട്ടോ. കരുതൽ ധനാനുപാതം കുറയുന്ന സമയത്ത് വായ്പ നൽകുന്നതിന് ബാങ്കുകളുടെ കൈവശമുള്ള പണത്തിന്റെ അളവ് വർദ്ധിക്കുകയും വായ്പാ ലഭ്യത കൂടുകയും ചെയ്യുന്നു. അതുവഴി ജനങ്ങളുടെ കൈവശമുള്ള പണ ലഭ്യത കുറയുകയാണ് ചെയ്യുന്നത്. എന്നാൽ കരുതൽ ധനാനുപാതം വർദ്ധിക്കുമ്പോൾ ഇനി എന്താണ്? കരുതൽ ധനാനുപാതം കുറയുമ്പോൾ വായ്പ നൽകുന്നതിന് ബാങ്കുകളുടെ കൈവശമുള്ള പണത്തിന്റെ അളവ് വർദ്ധിക്കുകയും വായ്പാ ലഭ്യത കൂടുകയും ചെയ്യുന്നു. അതുവഴി ജനങ്ങളുടെ കൈവശമുള്ള പണ ലഭ്യത ഉയരുകയാണ് ചെയ്യുന്നത്. കരുതൽ ധനാനുപാതം കുറയുന്ന സമയത്ത് വായ്പ നൽകുന്നതിന് ബാങ്കുകളുടെ കൈവശമുള്ള പണത്തിന്റെ അളവ് വർദ്ധിക്കും, വായ്പാ ലഭ്യത കൂടും, അതുപോലെ ജനങ്ങളുടെ കൈവശമുള്ള പണ ലഭ്യത ഉയരുന്നു. എന്നാൽ കരുതൽ ധനാനുപാതം വർദ്ധിക്കുന്ന സമയത്ത് ഇവിടെ എല്ലാം കുറയാണ് കേട്ടോ. കരുതൽ ധനാനുപാതം കുറയുന്ന സമയത്താണ്. എന്നാൽ ഇവിടെ കരുതൽ ധനാനുപാതം വർദ്ധിക്കുമ്പോൾ വായ്പ നൽകാൻ ബാങ്കുകളുടെ കൈവശമുള്ള പണത്തിന്റെ അളവ് കുറയും, വായ്പാ ലഭ്യത കുറയുന്നു, ജനങ്ങളുടെ കൈവശമുള്ള പണത്തിന്റെ അളവ് കുറയുകയും ചെയ്യുന്നു. അപ്പൊ ഇവിടെ വർദ്ധിക്കുന്ന സമയത്ത് മറ്റതെല്ലാം എന്താ ചെയ്യുന്നത്? ഇവിടെ കുറയാണ് ചെയ്യുന്നത്. ഇവിടെ കുറയുമ്പോൾ എല്ലാം ഇവിടെ എന്താ സംഭവിക്കുന്നത്? കൂടുകയാണ് ചെയ്യുന്നത്. ഇനി ഗവൺമെന്റിന്റെ ബാങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു അല്ലെ. ഗവൺമെന്റ് അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നതും ബാങ്കിങ് സേവനങ്ങൾ നൽകുന്നതും ധനകാര്യ മാനേജ്മെന്റ് നടപ്പിലാക്കുന്നതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഗവൺമെന്റ് അക്കൗണ്ടുകൾ സൂക്ഷിക്കുക, ബാങ്കിങ് സേവനം നൽകുക, ധനകാര്യ മാനേജ്മെന്റ് നടപ്പിലാക്കുക, ഇതെല്ലാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ. കൂടാതെ ഗവൺമെന്റിന്റെ പണനയം, ധനനയം തുടങ്ങിയവയിൽ ഉപദേശം നൽകുന്നതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇനി എന്താണ് ധനനയം, പണനയം? നികുതി ചുമത്തൽ, ഗവൺമെന്റ് ചെലവുകൾ എന്നിവയെ സംബന്ധിച്ച സർക്കാരിന്റെ നയമാണ്
ധനനയം എന്ന് പറയുന്നത്. എന്നാൽ പണനയം പണത്തിന്റെ അളവ്, പലിശ നിരക്ക് എന്നിവയെ സംബന്ധിച്ചിട്ടുള്ള നയമാണ് പണനയം എന്ന് പറയുന്നത്. ഇനി വിദേശ നാണയ കരുതൽ ശേഖരത്തിന്റെ സൂക്ഷിപ്പ് എന്ന് പറഞ്ഞു അല്ലെ, റിസർവ് ബാങ്കിന്റെ ധർമ്മങ്ങളിൽ വരുന്നതാണ് ഒന്ന്. അതിൽ വിദേശ കറൻസികൾ, സ്വർണ്ണ ശേഖരം എന്നിവയെല്ലാം ചേർന്നതാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ വിദേശ നാണയ ശേഖരം. വിദേശ കറൻസി, സ്വർണ്ണ ശേഖരം എന്നിവയെല്ലാം ചേർന്നാണ് സമ്പദ് വ്യവസ്ഥയിലെ വിദേശ നാണയ ശേഖരം. ഇതിന്റെ എല്ലാം കാവൽക്കാരൻ RBI ആണ്. അതേപോലെ റിപ്പോർട്ടുകളുടെ പ്രസിദ്ധീകരണം. ഇന്ത്യയിലെ ബാങ്കിംഗ് പ്രവണത, പണനയ റിപ്പോർട്ട്, ഉപഭോക്തൃ സർവേ, RBI ബുള്ളറ്റിൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ സപ്ലിമെന്റ് തുടങ്ങിയ വിവിധ റിപ്പോർട്ടുകൾ RBI പ്രസിദ്ധീകരിക്കുന്നുണ്ട് കേട്ടോ. RBI ഏതൊക്കെ റിപ്പോർട്ടുകളാണ് പ്രസിദ്ധീകരിക്കുന്നത്? ഇന്ത്യയിലെ ബാങ്കിംഗ് പ്രവണത, പണനയ റിപ്പോർട്ട്, ഉപഭോക്തൃ സർവേ, RBI ബുള്ളറ്റിൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ സപ്ലിമെന്റുകൾ തുടങ്ങിയവ വിവിധ റിപ്പോർട്ടുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിക്കാറുണ്ട്. കറണ്ട് അഫയറിൽ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുക. റിസർവ് ബാങ്കിന്റെ ഗവർണർ ആരാണെന്ന് ചോദിച്ചാൽ 2024 ഡിസംബർ മാസം 11-ാം തീയതി അധികാരത്തിലേറിയ സഞ്ജയ് മൽഹോത്രയാണ് കേട്ടോ. സഞ്ജയ് മൽഹോത്ര പഠിച്ചു വെക്കണം കേട്ടോ. സഞ്ജയ് മൽഹോത്രയാണ് 26ാമത്തെ ഗവർണറായിട്ട് അധികാരം ഏൽക്കുന്നത് കേട്ടോ. പഠിച്ചു വെക്കണം. 2024 ഡിസംബർ മാസം 11-ാം തീയതി കേട്ടോ. ഓക്കെ, അപ്പൊ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അടുത്ത ഹോട്ട് ടോപ്പിക്സുമായിട്ട് വീണ്ടും കാണാം. പിന്നെ തിങ്കളാഴ്ച മുതൽക്കിട്ട് നമ്മൾ രാവിലെ 10 മണിക്ക് കേട്ടോ, ഷാർപ്പ് 10 മണിക്ക് നിങ്ങൾക്ക് ഡെയിലി 10 മണിയാണ് ടൈം. 10 മണിക്ക് കമ്പനി LGS തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടും കമ്പനി LGS, BFA, ബിവ്കോ LD പ്രിലിംസ് എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ, LGS നിലവാരത്തിലെ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് പ്രിലിംസ് നിലവാരത്തിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് വർക്കൗട്ടിന് തരികയാണ്. കൂടെ ഉണ്ടാകണം. ഷാർപ്പ് 10 മണിക്ക് ക്ലാസ്സുകൾ, ഡെയിലി 10 മണിക്ക് ക്ലാസ് ഉണ്ടാകും. ഉച്ചയ്ക്ക് ശേഷം ഹോട്ട് ടോപ്പിക്സ് തരും. അതേപോലെ ഇംഗ്ലീഷിലെ ടോപ്പിക് വൈസ് ആയിട്ട് തരും. അപ്പൊ കൂടെ നിന്നിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എക്സാം ആകുമ്പോഴേക്കും 2021 മുതൽ 2026 വരെ PSC നടത്തിയിട്ടുള്ള LGS നിലവാരത്തിലെ എല്ലാ ചോദ്യ പേപ്പറും എല്ലാ പ്രിലിംസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങളുടെ മുന്നിലേക്ക് തരുന്നതായിരിക്കും. ഷാർപ്പ് 10 മണിക്ക് നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടാവും കേട്ടോ. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താഴെ കമന്റുകളൊക്കെ ഇടുക. ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. അടുത്ത ക്ലാസ് കാണാം.